ഇപ്പോൾ റീസെൻ്റായിട്ടുള്ള കാനഡയുടെ എക്സ്പ്രസ് എൻട്രിയുടെ സ്കോറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 500-ന് മുകളിലും 600-ന് മുകളിലും ഒക്കെയാണ് വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പി ആറിന് വേണ്ടി കാത്തിരിക്കുന്ന പല ആൾക്കാരും ചെയ്യുന്നൊരു വഴിയെന്ന് പറയുന്നത് പ്രൊവിൻഷ്യൽ നോമിനേഷൻ പ്രോഗ്രാം വഴി പി ആറിന് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. കാരണം പ്രൊവിൻഷ്യൽ നോമിനേഷൻ പ്രോഗ്രാം വഴി വിളിക്കുന്നതൊക്കെ 700 CR സ്കോർ ഉള്ളവരാണെങ്കിൽ പോലും നോമിനേഷൻ്റെ സ്കോറോട് കിട്ടുമ്പോൾ പി ആർ കിട്ടാൻ കുറച്ചുകൂടെ എളുപ്പമാണ്. മെയ് 2025 പ്രൊവിൻഷ്യൽ നോമിനേഷൻ പ്രോഗ്രാമിൽ കുറച്ച് അധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായിരിക്കുന്ന അപ്ഡേറ്റ്സാണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇങ്ങനെയുള്ള നോമിനേഷൻ പ്രോഗ്രാമിൽ തന്നെ പല ആൾക്കാരും പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലമാണ് നോവാ സ്കോഷ്യ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള നോവാ സ്കോഷ്യയിലെ നോമിനേഷൻ പ്രോഗ്രാമിൽ നമ്മൾ കൊടുക്കാനുള്ള ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാക്കുന്ന വെബ്സൈറ്റിൽ കുറച്ച് മാറ്റങ്ങളാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കുന്നത്. അത് മെയ് 1, 2025 തൊട്ട് ഇനി ഒരു ആപ്ലിക്കേഷൻ നോവാ സ്കോഷ്യ പ്രൊവിൻഷ്യൽ നോമിനേഷൻ പ്രോഗ്രാം വഴി സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ പുതിയൊരു വെബ്സൈറ്റ് വഴിയായിരിക്കും അപ്ലൈ ചെയ്യേണ്ടി വരിക. ഇതിനു മുമ്പ് വരെ നോവാ സ്കോഷ്യ നോമിനേഷൻ പ്രോഗ്രാം വഴി അപ്ലൈ ചെയ്യുന്നതിന് ഒരു പോർട്ടലും അതേപോലെ തന്നെ എംപ്ലോയേഴ്സിൻ്റെ ഒരു എൻഡോഴ്സ്മെൻറ്റ് സിസ്റ്റം വഴി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിന് വേറൊരു പോർട്ടലുമായിരുന്നു. എന്നാൽ മെയ് 2025 തൊട്ട് ഇത് രണ്ടും കൂടെ മെർജ് ചെയ്തിട്ട് ഒരു പുതിയ സിസ്റ്റം അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുവാണ്. അതിൻ്റെ പേരാണ് LAMPSS എന്ന് പറയുന്നത്. ആ വെബ്സൈറ്റ് വഴി അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ അതൊരു കുറച്ചുകൂടെ ഒരു യൂസർ ഫ്രണ്ട്ലി ആണ്. മാത്രമല്ല അതൊരു മൊബൈൽ ഡിവൈസിനകത്തും ഒക്കെ യൂസ് ചെയ്യാം. ഇതിനൊക്കെ പുറമെ അതിനകത്തൊരു ബിൽഡ് ഇൻ പ്രോംപ്റ്റ് ഉണ്ട്. അതുവഴി ഇപ്പോൾ ഉള്ള ആപ്ലിക്കേഷൻ ഒത്തിരി എറേഴ്സും ഒക്കെ ഉണ്ടാകുന്നതിൻ്റെ ഒക്കെ റിജക്ഷനും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ കറക്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അങ്ങനത്തെ ആപ്ലിക്കേഷൻസൊക്കെ കുറച്ചുകൂടെ നല്ല രീതിയിൽ അത് പ്രോസസ്സ് ചെയ്യാനും ഒക്കെ സാധിക്കും. ഇതുകൂടാതെ തന്നെ നിങ്ങളാണ് ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തെങ്കിൽ പോലും ഫ്യൂച്ചറിൽ ഒരു എമിഗ്രേഷൻ ഒരു കൺസൾട്ടൻറ്റിൻ്റെ സഹായം തേടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളുടെ ഒരു അനുഭവത്തോടു കൂടി ഈ വെബ്സൈറ്റിലേക്ക് ഡയറക്റ്റ് അവർക്ക് ആക്സസ് കിട്ടുകയും അതിൽ കൂടി അവർക്ക് ആപ്ലിക്കേഷൻ മൂവ് ഫോർവേഡ് ചെയ്യാനൊക്കെ സാധിക്കും. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് മാനിറ്റോബ PNB ഡ്രോയാണ്. അതായത് മെയ് 1, 2025 ഒരു മാനിറ്റോബയിലെ ഒരു PNB സ്ട്രീമിലേക്ക് ഒരു ഡ്രോ നടക്കുകയുണ്ടായി. പക്ഷേ അതിനകത്ത് ഏറ്റവും നിർഭാഗ്യകരമായിട്ടൊരു കാര്യമെന്ന് പറയുന്നത് വെറും 26 പേരെ മാത്രമേ ആ PNB ഡ്രോ വഴി അവർ സെലക്ട് ചെയ്തുള്ളൂ എന്നുള്ളതാണ്. അതും സ്കിൽഡ് ട്രേഡ് വർക്കർ പ്രോഗ്രാം സ്ട്രീമിൽ വരുന്നവരെയാണ് അത് സെലക്ട് ചെയ്തത്. അതിൻ്റെ CR സ്കോർ എന്ന് പറയുന്നത് 727. ഇതിനുള്ളൊരു മെയിൻ കാര്യമെന്ന് പറയുന്നത് റീസെൻ്റായിട്ട് ഇപ്പോൾ ഒരു മാനിറ്റോബയിലെ പ്രൊവിൻഷ്യൽ നോമിനേഷനിൽ കുറച്ച് മാറ്റങ്ങളുണ്ടായതാണ്. അതായത് പല ആൾക്കാരും ഒണ്ടാരിയയിലും അല്ലെങ്കിൽ BCയിലും ഒക്കെ പഠിച്ചവരും അല്ലെങ്കിൽ അവിടെ വർക്ക് എക്സ്പീരിയൻസ് ഉള്ളവരൊക്കെ PRൻ്റെ കിട്ടാൻ വേണ്ടി മാനിറ്റോബയിലേക്ക് മൂവ് ചെയ്യുകയുണ്ടായി. പക്ഷേ അങ്ങനെ മൂവ് ചെയ്തവർക്ക് അതായത് ഔട്ട്സൈഡ് പഠിക്കുകയൊക്കെ ചെയ്ത ഒരാൾക്ക് 100 പോയിൻറ്റ്സോളം കുറയുകയും അതല്ല ഔട്ട്സൈഡൊക്കെ ഒരു വർക്ക് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് വീണ്ടും ഒരു 100 പോയിൻറ്റ് കുറയുകയൊക്കെ ചെയ്തു. അങ്ങനെ മാനിറ്റോബയിൽ പുറത്തുനിന്ന് വന്ന ആൾക്കാർക്കെല്ലാം ഒറ്റയടിക്കാണ് 200 പോയിൻറ്റ്സ് ഒക്കെ കുറഞ്ഞത്. അതുമൂലമാണ് അറ്റ് പ്രസൻറ്റ് PNB നോമിനേഷനിലെ ആപ്ലിക്കൻസിൻ്റെ CR സ്കോറിലെ ഈ 727 എത്താനുള്ളവരുടെ എണ്ണം വളരെ കുറയുകയും അത് കാരണം വെറും 26 പേർക്ക് മാത്രമേ ഇൻവിറ്റേഷൻ കൊടുക്കാനുള്ള സാഹചര്യം ഇപ്പോൾ അവിടെ നിലവിലുള്ളൂ. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ക്യുബക്കിലെ നോമിനേഷൻ പ്രോഗ്രാമിലുള്ള കുറച്ച് അപ്ഡേറ്റ്സ് ആണ്. അതായത് ക്യുബക്കിലെ ഒരു 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പൈലറ്റ് പ്രോഗ്രാമായിട്ടുള്ള IT സെക്ടറും അതേപോലെ തന്നെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിലെ സ്ട്രീമിലുള്ളവരുടെ ആപ്ലിക്കേഷൻസ് ഇനി ഒരു ഏകദേശം കുറച്ച് നാളത്തേക്ക് അവർ ആപ്ലിക്കേഷൻ ഇനി എടുക്കണ്ട എന്നൊരു തീരുമാനമാണ് അവരെടുത്തേക്കുന്നത്. ഇതിനകത്ത് തന്നെയുള്ള മെയിൻ ജോലികളെന്ന് പറയുന്നത് AI, IT, വിഷ്വൽ എഫക്ട്സ് അതേപോലെ തന്നെ ഹെൽത്ത് കെയർ. ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത ആൾക്കാർക്ക് ഇനി ഒരു ജൂൺ 30, 2025 വരെ അവർ ആപ്ലിക്കേഷനൊന്നും ആക്സെപ്റ്റ് ചെയ്യേണ്ട എന്നാണ് അവർ തീരുമാനിച്ചേക്കുന്നത്. ഇതിനുള്ള മെയിൻ കാരണമെന്ന് പറയുന്നത് ഈ ഫീൽഡിൽ തന്നെ ഒത്തിരി ആപ്ലിക്കേഷൻസ് അവർക്ക് കൂടുതലായിട്ട് ലഭിക്കുകയും അതുവഴി ആ പ്രോസസ്സൊക്കെ നല്ല സമയമെടുത്ത് അവർക്ക് പ്രോസസ്സ് ചെയ്യേണ്ട ഒരു ആവശ്യമുള്ളത് കാരണം ഈ സ്ട്രീമിൽ വരുന്ന ആപ്ലിക്കേഷൻ ഈ കുറച്ച് നാളത്തേക്ക് അവർ ഫ്രീസ് ചെയ്ത് വെച്ചേക്കുവാണ്. ഇങ്ങനത്തെ പല അപ്ഡേറ്റ്സുകളും ഒരു രാത്രി കൊണ്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ പല പുതിയ മാറ്റങ്ങളും ഓരോ ദിവസവും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതലായിട്ടുള്ള വിവരങ്ങളെല്ലാം അറിയണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ പുതിയ അപ്ഡേറ്റ്സുകളെല്ലാം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ AJ സൈനിങ് ഓഫ്. ബൈ.